ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് വളരെ സവിശേഷമായ നിറങ്ങൾ നിറഞ്ഞൊരു ലോകത്തേക്കാണ്. അതെ, കഥകളിയുടെ ലോകത്തേക്ക്. ഇവിടെ ദൈവങ്ങളും അസുരന്മാരുമൊക്കെ ഒരുമിച്ച് വേദിയിലെത്തും, അവരുടെ കഥകൾ പറയാൻ. ഈയൊരു വാചകം കേൾക്കുമ്പോഴേ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, അല്ലേ? കഥകളി എന്നത് വെറുമൊരു നൃത്തം മാത്രമല്ല. അതിൽ ഭക്തിയുണ്ട്, നാടകമുണ്ട്, സംഗീതമുണ്ട്, എല്ലാം ചേർന്ന വളരെ പവർഫുള്ളായ ഒരു അനുഭവമാണത്. ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഒരു വാക്കുപോലും മിണ്ടാതെ രാമായണം പോലൊരു വലിയ ഇതിഹാസകഥ എങ്ങനെയാണ് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റുക? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണല്ലേ? അപ്പോ ഇതാണ് കഥകളിയുടെ ആ ഒരു മാജിക്. ഈ മാന്ത്രികതയുടെ രഹസ്യം എന്താണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ എന്താണ് ഈ കഥകളി എന്ന് സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കാം. ആ പേരിൽ തന്നെയുണ്ടെല്ലാം. കഥ, പിന്നെ കളി, അതായത് കഥ പറയുന്നൊരു കളി. ഇത് കേരളത്തിന്റെ സ്വന്തം ക്ലാസിക്കൽ കലാരൂപമാണ് കേട്ടോ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ആ ഗംഭീര മേക്കപ്പ്, വലിയ വസ്ത്രങ്ങൾ, പിന്നെ കൈകൾ കൊണ്ടുള്ള അഭിനയം, അതായത് മുദ്രകൾ. ഇനി നമ്മള് കഥകളിയിലെ ഏറ്റവും രസകരമായൊരു കാര്യത്തിലേക്കാണ് കടക്കുന്നത്. കഥാപാത്രങ്ങളെ മനസ്സിലാക്കാൻ അവരുടെ ഡയലോഗ് കേൾക്കേ വേണ്ട, മുഖത്തേക്കൊന്ന് നോക്കിയാ മതി. ഈ മേക്കപ്പിന് പറയുന്ന പേരാണ് ചുട്ടി. ഇത് വെറുതെ ഭംഗിക്കു വേണ്ടിയുള്ള ഒന്നല്ല, ഇതൊരു കോഡ് ലാംഗ്വേജ് പോലെയാണ്. അതായത് ഒരു നടൻ സ്റ്റേജിൽ വന്ന അഭിനയം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവരുടെ മുഖത്തെ നിറം നോക്കി നമുക്ക് പറയാൻ പറ്റും, ഇയാൾ നല്ല ആളാണോ അതോ വില്ലനാണോ എന്നൊക്കെ. അപ്പോ ഈ കോഡ് എങ്ങനെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും 5 തരം മേക്കപ്പാണുള്ളത്. ഒന്നാമത്തേത് പച്ച. പച്ചമുഖം കണ്ടാൽ ഉറപ്പിച്ചോ അത് രാമനെയോ കൃഷ്ണനെയോ പോലെയുള്ള ഒരു ഹീറോ ആയിരിക്കും. ഇനി പച്ചമുഖത്ത് ഒരു ചുവന്ന വര, ഒരു കത്തി പോലെ ഉണ്ടെങ്കിൽ അത് രാവണനെ പോലെയുള്ള ഒരു വില്ലനാണ്, പക്ഷെ ഒരു രാജകീയ പ്രൗഢിയൊക്കെയുള്ള വില്ലൻ. അടുത്തത് താടി. ഇതിൽ ചുവന്ന താടിയാണെങ്കിൽ ദുശ്ശാസനനെപ്പോലെ അതിക്രൂരനായ ഒരു ദുഷ്ടനായിരിക്കും. കരി, അതായത് കറുപ്പ് നിറം, രാക്ഷസന്മാരെയും അങ്ങനെയുള്ളവരെയും കാണിക്കാനാണ്. അവസാനം മിനുക്ക്. നല്ല തിളക്കമുള്ള മഞ്ഞയും ഓറഞ്ചും കലർന്ന ഈ മേക്കപ്പ് സീതയെപ്പോലെയുള്ള നല്ല സ്ത്രീ കഥാപാത്രങ്ങൾക്കും സന്യാസിമാർക്കുമൊക്കെയാണ്. അപ്പോൾ ഈ നിറങ്ങൾക്ക് പിന്നിൽ ആഴത്തിലുള്ളൊരു അർത്ഥമുണ്ട്. ഹിന്ദു ഫിലോസഫി അനുസരിച്ച് മനുഷ്യർക്ക് 3 അടിസ്ഥാന സ്വഭാവങ്ങളുണ്ട്. അതായത് ഗുണങ്ങൾ: സത്വം അഥവാ നന്മ, രജസ് അഥവാ ആവേശം, പിന്നെ തമസ് അഥവാ തിന്മ. ഈ 3 ഗുണങ്ങളെയാണ് ആ പച്ചയും ചുവപ്പും കറുപ്പുമൊക്കെ കാണിക്കുന്നത്. ശരി, അപ്പോ മുഖത്തെഴുത്തിലൂടെ കഥാപാത്രത്തെ മനസ്സിലാക്കി. ഇനി അവരെങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം, വാ തുറക്കാതെ തന്നെ. അവരുപയോഗിക്കുന്നത് കൈകൾ കൊണ്ടുള്ള ഒരു ആംഗ്യഭാഷയാണ്. ഇതിനെയാണ് മുദ്രകൾ എന്ന് പറയുന്നത്. ഏകദേശം 24 പ്രധാന മുദ്രകളുണ്ട്. ഇതുപയോഗിച്ച് കഥയിലെ സംഭാഷണങ്ങൾ മുഴുവൻ വാക്ക് തെറ്റാതെ അവർ അഭിനയിച്ചു കാണിക്കും. കൈകൾ കൊണ്ട് സംസാരിക്കുമ്പോൾ വികാരങ്ങൾ എങ്ങനെ കാണിക്കും? അതിനാണ് നവരസങ്ങളുള്ളത്. അതായത് 9 പ്രധാന വികാരങ്ങൾ: പ്രണയം, ദേഷ്യം, സങ്കടം, പേടി, അത്ഭുതം, ഇങ്ങനെയെല്ലാം. കഥകളി നടന്മാർ ഈ ഭാവങ്ങളെല്ലാം മുഖത്ത് വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരും. അവരുടെ കൺട്രോൾ അപാരമാണ്. പഴയൊരു ശ്ലോകമുണ്ട്, അതിതിനെക്കുറിച്ച് കൃത്യമായി പറയുന്നു. കൈ എങ്ങോട്ടു പോകുന്നുവോ കണ്ണങ്ങോട്ടു പോകണം, കണ്ണെങ്ങോട്ടു പോകുന്നുവോ മനസ്സങ്ങോട്ടു പോകണം. അതാണ് കാര്യം. ശരീരവും മനസ്സും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ആ യഥാർത്ഥ ഭാവം അഥവാ രസമുണ്ടാകുന്നത്. പൂർണ്ണമായ സമർപ്പണം വേണം. അപ്പോ ഇത്രയും സങ്കീർണമായൊരു കലാരൂപം ഇത് എവിടെ നിന്നാണ് വന്നത്? നമുക്കതിന്റെ ചരിത്രത്തിലൂടെ ഒന്ന് പെട്ടെന്ന് പോയി നോക്കാം. ഇതിന്റെ വേരുകൾ കിടക്കുന്നത് പണ്ട് ക്ഷേത്രങ്ങളിലുണ്ടായിരുന്ന കൂത്ത്, കൂടിയാട്ടം തുടങ്ങിയ കലകളിലാണ്. അതിൽ നിന്ന് ഏകദേശം 600 വർഷം മുൻപ് കൃഷ്ണന്റെ കഥകൾ പറയുന്ന കൃഷ്ണനാട്ടം വന്നു. പിന്നീട് 17-ാം നൂറ്റാണ്ടിൽ കൊട്ടാരക്കരയിലെ ഒരു രാജാവ് രാമന്റെ കഥകൾ വെച്ച് രാമനാട്ടം ഉണ്ടാക്കി. ഈ രാമനാട്ടമാണ് പതിയെ പതിയെ ഇന്ന് നമ്മൾ കാണുന്ന കഥകളിയായി മാറിയത്. ഇടയ്ക്ക് വെച്ച് ഇതൊന്ന് പിന്നോട്ടു പോയെങ്കിലും കേരള കലാമണ്ഡലം പോലെയുള്ള സ്ഥാപനങ്ങൾ വന്ന് ഇതിനെ വീണ്ടും ലോകത്തിന്റെ മുന്നിലേക്ക് എത്തിച്ചു. ഇനി ഒരു കഥകളി പ്രകടനം നേരിട്ട് കാണുമ്പോൾ എന്തൊക്കെയാണ് നടക്കുക എന്ന് നോക്കാം. പണ്ടൊക്കെ ഇത് രാത്രി മുഴുവൻ നീണ്ടുനിൽക്കുന്ന ഒരു പരിപാടിയായിരുന്നു കേട്ടോ. കളി തുടങ്ങുന്നതിന് മുൻപേ തന്നെ ചെണ്ട കൊട്ടി ആളുകളെ അറിയിക്കും, ഹേയ്, ഇവിടെ കഥകളി തുടങ്ങാൻ പോകുന്നേന്ന്. അതാണ് കേളികൊട്ട്. പിന്നെ തിരശ്ശീലയ്ക്ക് പിന്നിൽ ചില പ്രാർത്ഥനാ നൃത്തങ്ങളുണ്ട്, അതാണ് തോടയം. അതിനുശേഷം ഹീറോയെ പതുക്കെയൊന്ന് പരിചയപ്പെടുത്തും, അതാണ് പുറപ്പാട്.
ഈ ചടങ്ങുകൾക്കെല്ലാം ശേഷമാണ് ശരിക്കുള്ള കഥ, അതായത് ആട്ടക്കഥ തുടങ്ങുന്നത്. കഥകളിയില് അഭിനയം മാത്രമല്ല, സംഗീതവും ഒരു പ്രധാന കഥാപാത്രമാണ്. പിന്നണിയിൽ പാട്ടുകാർ കഥയുടെ ഭാഗങ്ങൾ പാടും. അതിന് പശ്ചാത്തലമായി ചെണ്ടയുടെ ഗാംഭീര്യമുള്ള ശബ്ദം, മദ്ദളത്തിന്റെ താളം, ഇടയ്ക്കയുടെ മധുരമായ നാദം, പിന്നെ താളം പിടിക്കാൻ ചേങ്ങില, എല്ലാം ചേർന്നൊരു ലൈവ് ഓർക്കസ്ട്രയുടെ ഫീലാണ്. അപ്പോ ഇത്രയും പഴക്കമുള്ള ഈ കലാരൂപത്തിന് ഇന്നെന്താണ് അവസ്ഥ? നമുക്ക് നോക്കാം. കാലം ഒരുപാട് മാറിയില്ലേ? പണ്ട് രാത്രി മുഴുവൻ ക്ഷേത്രമുറ്റത്ത് നടത്തിയിരുന്ന കഥകളി ഇപ്പൊ തിയേറ്ററുകളിൽ 2-3 മണിക്കൂറുള്ള പരിപാടിയായി മാറി. അതുപോലെ പണ്ട് ഇത് പുരുഷന്മാര് മാത്രം ചെയ്തിരുന്നൊരു കലയായിരുന്നു. പക്ഷെ ഇന്ന് സ്ത്രീകളും കഥകളി അഭ്യസിക്കുന്നുണ്ട്, അവരുടേതായ ട്രൂപ്പുകൾ വരെയുണ്ട്. ഇവിടെ ഒരു കാര്യം പറയാതെ പോകാൻ പറ്റില്ല. ഈ കലാരൂപത്തിന് പലപ്പോഴും മോശം കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ 300 വർഷത്തിലധികം ഇതിനെ സംരക്ഷിച്ചു നിർത്തിയതിൽ ഒളപ്പമണ്ണ മനപോലെയുള്ള പഴയ കുടുംബങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. അവരുടെ ആ ഒരു പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ കഥകളി തന്നെ ഇല്ലാതായേനെ. അപ്പോ അവസാനമായി ഒരു ചോദ്യം. ഇന്ന് എല്ലാം ഫാസ്റ്റ് ഫുഡ് പോലെയാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് എല്ലാം കാണണം, അറിയണം. അങ്ങനെയുള്ള ഈ ലോകത്ത് പഠിച്ചെടുക്കാൻ ഒരു ജീവിതകാലം മുഴുവൻ വേണ്ടിവരുന്ന കഥകളി പോലൊരു കലയെ നമ്മൾ എങ്ങനെയാണ് സംരക്ഷിച്ചു നിർത്തുക? ഇതൊന്ന് ആലോചിച്ചു നോക്കാം. ഈ ഒരു ചിന്തയോടെ നമുക്ക് നിർത്താം. നന്ദി.